ഹരേ കൃഷ്ണ. പ്രണാമം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഹരേ നമുക്ക് കൃഷ്ണ സർ. ഹരേ പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ മാതാജി എല്ലാവർക്കും. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. നമുക്ക് ആദ്യം പ്രാർത്ഥനയിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവേ ഭാഗവതുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകീ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം വജ്ഞാനതിമിരാന്ധ്യസ്യ ജ്ഞാനാഞ്ജലശലാകയ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വഭാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാനിതം തം സജീവം സദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദ സഹന ലളിത ശ്രീവിശാഖാനീം താം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പഞ്ചകൽപതരൂപേച്ച കൃപാസിന്ധ്യേവ ജപദിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ 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 വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി ഭാസ്യത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. प्रभात की जय, गुरुदेव की जय, आनंद गौड़ी वैष्णव भक्तर की जय. हरे कृष्ण. എല്ലാവർക്കും പ്രണാമം. നമ്മള് മതജി രണ്ടാമത്തെ അധ്യായല്ലേ? രണ്ടാമത്തെ അധ്യായത്തിൽ ലാസ്റ്റ് ശ്ലോകം വരെ ആയില്ലേ? ഏകദേശം എത്രയായി മതജി? 60 59 അല്ലേ? 68 അല്ലേ? അതെ അതെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്ല 60 ആയില്ലേ മാതാജി? ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. 60 ലാസ്റ്റ് 16 കൂടെ എടുത്തിട്ടല്ലേ നിർത്തിയത്? 61 തുടങ്ങണം അല്ലേ? ഓക്കെ. ഹരേ കൃഷ്ണ. എല്ലാവരും 2-3 ശ്ലോകങ്ങളും വായിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 3-5 ശ്ലോകങ്ങളും ഞാൻ ഇന്നലെയും പറഞ്ഞു, ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെയെങ്കിലും നമ്മളൊരു ഭഗവത് വായിക്കുമല്ലോ. അങ്ങനെയെങ്കിലും നമ്മൾ ഭഗവത് വായിച്ച് തീരും. അല്ലെങ്കിൽ നമ്മൾ ഭഗവത് വായിക്കില്ല. അതാണ് ഞാൻ പറയുന്നത്. ക്ലാസ് എടുക്കണേൽ ഒരു 10 മിനിറ്റ് മതിയല്ല, 5 മിനിറ്റ് മതി. നമ്മളൊരു 3-5 ശ്ലോകം വായിച്ചു വെക്കാം. ഒരു 10 ശ്ലോകം വരെ നമുക്ക് കവർ ചെയ്ത് പോകുള്ളൂ എവറേജ്. ചില ശ്ലോകങ്ങളിൽ ഇത്തിരി സ്പീഡിൽ പോകും, ചില ശ്ലോകങ്ങളിൽ ഇത്തിരി പറയാനുണ്ടാവും. അപ്പൊ നമ്മളപ്പോ അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ക്ലാസ് അറ്റ്ലീസ്റ്റ് ക്ലാസ് കഴിയുന്നോടുകൂടെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഭഗവത് വായിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വായിക്കാന്ന് വെച്ചിരിക്കും. കാരണം നമുക്കറിയാം മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും, ഭഗവാന്റെ കാര്യങ്ങൾ കുറച്ച് സ്ലോ ആവും നമ്മൾ. അപ്പൊ അതിന് പ്രയോറിറ്റി നമ്മൾ അതാണ് ഒരു ടൈം സെറ്റ് ചെയ്യാം. കാലത്ത് ഒന്നില്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വായിക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെക്കാം. നമ്മൾ ജപം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജപം ചെയ്യുന്നൊരു ജപം, അല്ലാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 2-3 ശ്ലോകം അതിന്റെ ഭാവാർത്ഥങ്ങളും വായിക്കാം. അപ്പൊ നമ്മളത് നമുക്കൊരു ടാർഗറ്റ് വയ്ക്കാം. നമ്മൾ ഭഗവത് എന്തായാലും വായിച്ച് തീർക്കും ഞാൻ. അപ്പൊ 2-3 പ്രാവശ്യം വായിച്ചാലോ, അതല്ല ഭഗവതിനെ പറ്റി പറയുന്നത് വെച്ചാൽ അതാണ്. ഒരു 1000 പ്രാവശ്യം വായിച്ചിട്ട് 1001 പ്രാവശ്യം വായിക്കുമ്പോഴും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലായി വരാം. അതിന് പ്രത്യേകത അതാണ് ഭഗവതിയുടെ പ്രത്യേകത. മറ്റുള്ള ബുക്കുകൾ പോലെയല്ല ഭഗവത എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കും തോറും അത് പല ആംഗിളിൽ നമുക്കത് മനസ്സിലാക്കി തുടങ്ങും. അതിന് പറഞ്ഞത് കുറെ പ്രാവശ്യം വായിക്കണം. നമ്മൾ ജസ്റ്റ് ഒരേ പ്രാവശ്യം പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ചിലയിടത്ത് ഭഗവാനെ ഋഷികേശ എന്ന് പറയും, ചിലയിടത്ത് മധുസൂദന എന്ന് പറയും. ഇതൊക്കെ ആദ്യം വായിക്കുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവില്ല. ശരി, ഋഷികേശ മധുസൂദൻ ഓക്കെ, മധുസൂദൻ ഓക്കെ. പക്ഷെ അത് പിന്നീട് 3-4 പ്രാവശ്യം എന്താണ് അങ്ങനെ മധുസൂദൻ എന്ന് വരാം. അപ്പൊ നമ്മൾ അതൊന്നും കൂടെ നമ്മൾ അതിനെപ്പറ്റി നോക്കും. അങ്ങനെയാണ് നമ്മളെ മീനിങ്സ് ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന രീതിയൊന്നല്ല. ഒരു ശ്ലോകം തന്നെ പല തരത്തിലുള്ള മീനിങ്സുകൾ ഉണ്ടാവും.
ഇപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഇപ്പൊ ഈ 61-ാമത്തെ ശ്ലോകം അപ്പൊ അതിൽ തന്നെ പറയുമ്പോ നമുക്ക് നോക്കാം അതിന്റെ പല തരത്തിലുള്ള മീനിങ്ങൾ പോണ്. അതാണ് എന്തുകൊണ്ടാണ് ഭഗവത്ക്ക് ഈവൻ ഭൗതിക ലോകത്തും നമുക്കറിയാം. ഇപ്പൊ ഇവര് പറയണ നിരീശ്വരവാദികളായാലും ഇതിലത്തെ കുറെ കാര്യങ്ങൾ അവർ പഠിക്കാൻ നിൽക്കുന്ന എന്താണ്, കാരണം ഇതില് അക്ഷയകനി എന്ന് തന്നെ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തി വേറെ സെക്ഷൻ, മനസ്സിലായി. അല്ലാണ്ട് തന്നെ ഇതില് പല കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് പറയുന്നുണ്ടല്ലോ, അതായത് ഭഗവാൻ പറയുന്നുണ്ട്, നീ യുദ്ധം ഭഗവാന്റെ ഈ യോഗം ഉണ്ടല്ലോ നമ്മുടെ പുരുഷോത്തമ യോഗത്തിനു മുന്നുള്ളത് വിശ്വദർശനത്തിലല്ലേ. അപ്പൊ അതില് ഭഗവാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് കാരണം ഈ ഇതൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞു പോയി എന്നാ പറഞ്ഞത്. അപ്പൊ യുദ്ധം കഴിഞ്ഞു പോയ രംഗങ്ങളാണ് അർജുനൻ കാണുന്നത്, മനസ്സിലായി. അപ്പൊ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു പോയി, എന്നിട്ട് അതാണ് അർജുനൻ കാണുന്നത്. അപ്പൊ നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത്. ആ കാര്യങ്ങളാണ് എന്നിട്ടാണ് അർജുനൻ വീണ്ടും യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞ ഇത് നമുക്ക് പെട്ടെന്ന് വായിച്ചാലൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകിച്ച് പറഞ്ഞ ആചാര്യന്മാരെ ലെവലിൽ തന്നെ രീതിയിൽ കൂടെ തന്നെ നമുക്കിത് മനസ്സിലാവുള്ളൂ. അത് സാധാരണ യുക്തി കൊണ്ട് നമുക്ക് ഭക്തിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞ എപ്പോഴും ഒരു 10-15 പ്രാവശ്യമെങ്കിലും നമ്മൾ വായിച്ചാലോ ഇത് കുറച്ചെങ്കിലും നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കൂടാതെ ഭക്തി നമുക്ക് ഇതിന്റെ പാർട്ടാണ്. അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എല്ലാ കണ്ടന്റും നമുക്ക് ക്ലിയർ ആവില്ല. എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു ടൈം ഫിക്സ് ചെയ്യാം നിങ്ങൾ. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പൂജ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജപം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈമിനോ അല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ടിങ്ങിന്റെ മുന്നോ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് സ്പീഡിൽ മനസ്സിലാവുമല്ലോ. ഇപ്പൊ ഞാൻ അടുത്ത ശ്ലോകം വായിക്കാം. ഇപ്പൊ നമ്മൾ ഗീതാസംഗ്രഹം തന്നെയാണ്, സമ്മറിയാണ്. അതിന് ഇത്തിരി സ്ലോ ആയി പോണത് കാരണം ശ്ലോകങ്ങൾ ഇതിലുണ്ട്, 72 ശ്ലോകത്തോളം ഇതിലുണ്ട്. അപ്പൊ നമ്മളെ ഇന്നത്തോടെ എന്തായാലും തീർക്കാം നമ്മള്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീതാസംഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോഴും 6 ചാപ്റ്റർ വരെയും കർമ്മയോഗമാണ് പറയുന്നത്. പിന്നത്തെ 6 ചാപ്റ്റർ ഭക്തിയോഗം, പിന്നത്തെ 6 ചാപ്റ്റർ ജ്ഞാനയോഗം. അതിന് ശേഷം എന്നിരുന്നാലും ഈ 3 യോഗങ്ങളും ഈ എല്ലാ ചാപ്റ്ററിലും കാണാം. പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിൽ ഈ 3 കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ആദ്യത്തെ ഒരു സെക്ഷനിൽ നമ്മൾ ശ്രദ്ധിച്ച ആത്മാവും ഇതൊക്കെ പറ്റി പറയുന്നുണ്ടല്ലോ, ആത്മാവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജ്ഞാനയോഗമായിട്ടാണ് വരുന്നത്. അങ്ങനെ അപ്പൊ അത് ഓരോ സെക്ഷൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാതും അതിൽ കാണാം. അതിന് 2-ാം അധ്യായത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകത്തില് താനി സർവാണി സംയമ യുക്തി ആസിത മത്പരാവശേഹി യസ്ഇന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് എന്നിൽ തന്നെ ബോധം ഉറപ്പിക്കുന്നവനാണ് സ്ഥിര ബുദ്ധിയുള്ളവൻ. അപ്പൊ സ്ഥിര ബുദ്ധി അപ്പൊ പെർമനന്റ് ആയിട്ട് എന്നുള്ള നമുക്ക് ഇത് മനസ്സിലായി. കാരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് വ്യക്തി എന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനാണ് സ്ഥിര ബുദ്ധിയുള്ളവൻ. അതായത് സ്ഥിര ബുദ്ധി എന്ന് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ളൂ, നമ്മളൊക്കെ ഭഗവാൻ ബുദ്ധി തന്നിട്ടുള്ളത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്, അല്ലെങ്കിൽ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനാണ്. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യാനാണ് അത് ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നത്, വിവേകം അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യും. അപ്പൊ ആ ബുദ്ധി എന്ന് പറയുന്നത് എന്തിനാണ്? നമുക്ക് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞത് പരമമായ ആനന്ദം, അതിന് നമ്മൾ ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. പിന്നെ കൂടാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രം പോരാ, ഭഗവാനിൽ ബോധം ഉറപ്പിക്കുകയും വേണം. അതായത് ഭക്തി ഉണ്ടായിരിക്കും. അതാണ് യോഗ. ധ്യാനയോഗവും ഭക്തിയോഗവും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ്. ഇപ്പൊ യോഗ സെക്ഷനിൽ വരുമ്പോൾ ഒക്കെയും അവർ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത സെക്ഷനിലേക്ക് അവർ ഉയരുന്നില്ല. അടുത്ത സെക്ഷനിലേക്ക് അവർ ഉയരും അതിന്റെ ടോപ്പിൽ. പക്ഷെ ഭക്തിയോഗയിൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് രണ്ടും നമുക്ക് കിട്ടും. എന്നാൽ വർക്കോ വളരെ സിമ്പിൾ. അവിടെ അത് നമ്മളെ ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അത് തെറ്റല്ലാണല്ലോ ഒരിക്കലും. ധ്യാനയോഗം ഒന്നും തെറ്റെന്ന് ഒരിക്കലും ഭഗവാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മളെ ആ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടുള്ള. നമ്മൾ എന്തിനാ ബുദ്ധി ഉപയോഗിക്കുന്നത്? ബുദ്ധി ഉപയോഗിച്ചാലാണ് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ബുദ്ധിയുള്ള വളരെ സിമ്പിൾ ആയിട്ട് ചില വർക്കുകൾ ചെയ്യും, വേറെ ബുദ്ധി ഇല്ലാത്തതിന് അതിനനുസരിച്ചുള്ള വർക്കുകൾ കൂടുതൽ ചെയ്യും. അപ്പൊ ഭക്തിയോഗ എന്ന് ശരിക്കും പറഞ്ഞത് ബുദ്ധിയോഗ എന്ന് പറയുന്നുണ്ട്. കാരണം ഭക്തി ചെയ്യണമെങ്കിൽ ബുദ്ധി വേണം. ആ ഒരു മെന്റാലിറ്റിയിലാണ് അത് പറയുന്നത്. പിന്നെ യോഗത്തിന്റെ പരമകാഷ്ഠയാണ് കൃഷ്ണാവബോധം. അതെന്ന് പറഞ്ഞത് ഏറ്റവും ടോപ്പിലാണ് കൃഷ്ണാവബോധം. അതാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്.
കൃഷ്ണബോധം ഇല്ലെങ്കിൽ ഇന്ദ്രിയ ചെയ്യാൻ സാധ്യമല്ല. ഉദാഹരണം മഹർഷി ദുർവാസാവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ദുർവാസാവ് വലിയൊരു മഹർഷിയാണ് അല്ലെ, പക്ഷെ എന്നിരുന്നാലും അയാൾ ഇന്ദ്രിയത്തിന് അയാൾ ലെവലിലേക്ക് അൾട്ടിമേറ്റ് ആ ഭക്തിയിലേക്ക് ഉയർന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും എന്താവില്ല, ഒരിക്കലും കൃഷ്ണബോധം ലഭിക്കില്ല എന്ന് പറഞ്ഞു. ഇന്ദ്രിയങ്ങളെ ഫുള്ള് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അയാൾ കൃഷ്ണബോധത്തിലേക്ക് നമുക്ക് എത്തില്ല. അതെന്ന് പറഞ്ഞാൽ കൃഷ്ണബോധം ഇല്ലെങ്കിൽ ഇന്ദ്രിയ സാധ്യമല്ല, രണ്ടും ആൾട്ടർനേറ്റീവ് വേണം. അപ്പൊ ഇതിൽ പറഞ്ഞപ്പോ, കാരണം ദുർവാസാവ് വലിയൊരു മഹർഷിയാണ്, പക്ഷെ നമുക്കറിയാം കോപമാണ് അല്ല, കോപത്തിന് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഇല്ല. അപ്പൊ അതാണ് നമുക്ക് അംബരീഷ മഹാരാജാന്റെ അത് ഇതിൽ വരുന്നുണ്ട്, അദ്ദേഹം പറയുമ്പോൾ പറയാം. അപ്പൊ ഇതിന് പറയുന്നുണ്ട് അതിന് അംബരീഷ മഹാരാജാവ് തന്റെ മനസ്സിനായി ഒരു ഉദാഹരണം പറയുന്നത്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭഗവാനിലാണ് നമ്മൾ കംപ്ലീറ്റ് സമർപ്പിക്കുന്നതാണെങ്കിൽ, നമ്മൾ ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണം അതൊരു യോഗാഭ്യാസി അല്ലെങ്കിൽ വലിയ മഹർഷിമാർക്ക് കിട്ടുന്നതിൻ്റെ അപ്പുറത്താണ്. അതാണ് ഈ കഥ ഉദ്ദേശിക്കുന്നത്. ആ കഥയിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, അംബരീഷ മഹാരാജാവ് തന്റെ മനസ്സിനെ ശ്രീകൃഷ്ണ പാതാരവിന്ദങ്ങളിൽ ഉറപ്പിച്ചു. ഭഗവദ്ധാമത്തെ വർണ്ണിക്കുന്നതിൽ അദ്ദേഹം വാക്കുകളും, അതായത് അദ്ദേഹം നമ്മളെ ഇന്ദ്രിയങ്ങളെ ഭഗവാനിൽ എങ്ങനെയാണ് അർപ്പിക്കേണ്ടതെന്ന് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ ആദ്യം നമ്മുടെ വാക്കുകൾ എന്താണ് ഉപയോഗിക്കുന്നത്, ഭഗവാനെ വർണ്ണിക്കുന്നതിൽ ഉപയോഗിക്കണം. പിന്നെ കൈകൾ എന്തിനു ഉപയോഗിക്കുന്നത്, ക്ഷേത്രങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. പിന്നെ നമ്മളെ കർണങ്ങൾ, ചെവി, അതെന്തിനു ഉപയോഗിക്കുന്നത്, ഭഗവാന്റെ കഥാശ്രവണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു. കണ്ണുകളോ അത് ദർശനത്തിന് വേണ്ടി, ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അതേപോലെ നമ്മളെ ശരീരം, സ്പർശനം, അത് ഭക്തന്മാരായിട്ടുള്ള സ്പർശനം, അതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നാസം, അതായത് മൂക്ക്, അത് ഉപയോഗിക്കുന്നത് എന്താണ്, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച പുഷ്പങ്ങൾ മണക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ മൂക്ക് ഉപയോഗിക്കുന്നത്. ഭഗവാനെ അർപ്പിച്ച തുളസിയില ആസ്വദിക്കാനും രസനും, ഇത് അതുപോലെ തന്നെ തുളസിയില, ഇതൊക്കെ നമ്മള് ഭഗവാനെ അതായത് മൂക്കിൽ കൂടെ അതിന്റെ ശ്വാസം നമ്മൾ എടുക്കണം അല്ലെ. അപ്പൊ എന്താ പറയുന്നത്, അതൊക്കെ അങ്ങനെ. അതേപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞ കൃഷ്ണ ദേശങ്ങളിലേക്ക്, അതായത് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് കാലുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ശിരസ് എന്ന് പറയുന്നത് ഭഗവാനെ പ്രണമിക്കാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹം, അതായത് അംബരീഷ മഹാരാജിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് മാത്രമായിരിക്കുന്നു. ഈ പറഞ്ഞ എല്ലാ ഗുണവിശേഷത്തിനും അദ്ദേഹത്തിന് മത്പര ഭക്തനായ യോഗ്യത നേടിക്കൊടുത്തത്. ഇതൊരു അംബരീഷ മഹാരാജാവിന്റെ കഥയാണ് പറഞ്ഞത്. എങ്ങനെയാണ് നമ്മളെ ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് അർപ്പിക്കേണ്ടത്. അപ്പൊ നമ്മളെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ ആസക്തി ഉണ്ടാവും ഇന്ദ്രിയങ്ങൾ, എന്തെങ്കിലും കണ്ണിനെപ്പോഴെങ്കിലും എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം, ചെവിക്ക് എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കണം, അത് നമ്മൾ ഭഗവാനിലേക്ക് മാറ്റണമാണ് ചെയ്യുന്നത്. അതിന് അംബരീഷ മഹാരാജാവിന്റെ കഥ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാനും പറ്റും. കൂടാതെ ഇവൻ ദുർവാസാവ് മഹർഷിനേലും അപ്പുറത്തേക്ക്, അതായത് യോഗാഭ്യാസത്തിനൊക്കെ അപ്പുറത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉയരുകയും ചെയ്യും. അത് കഥ നമുക്ക് അറിയാം. കാരണം ദുർവാസാവ് മഹർഷി അംബരീഷ മഹാരാജുവിനെ ശ്രദ്ധിക്കാത്ത സമയത്ത് ദുർവാസാവ് മഹർഷിനെ ശപിക്കുന്നു. പിന്നെ ദുർവാസാവ് മഹർഷി ഓടിയാക്കിയിട്ട് ശരിക്കും വിഷ്ണുവിന്റെ എത്തിച്ചെല്ലാണ്, ഭഗവാന്റെ എത്തിച്ചെല്ലും. ഭഗവാൻ പറയും എനിക്ക് പറ്റില്ല. വീണ്ടും അംബരീഷ മഹാരാജാന്റെ അടുത്ത് ദുർവാസാവ് മഹർഷി എത്തണ ഒരു കഥയുണ്ട്. അതായത് കാരണം അത്തരം പവറാണ്, അതായത് ഭഗവാന്റെ ശക്തി തന്നെ ഭക്തന് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇനി ഭഗവാൻ അതൊന്നും ചെയ്യാൻ പറ്റില്ല. സുദർശന ചക്രത്തിനെ രക്ഷിക്കണമെങ്കിൽ ഭഗവാൻ പോലും ശ്രമിച്ചാൽ പോലും പറ്റില്ല. അത് ഭക്തൻ തന്നെ വേണം. അതാണ് ഇതിന്റെ ഒരു കഥ പറയണത്. അതാണ് കാരണം അത്രയും പവർഫുൾ ആണ് ഭക്തൻ അത്രയും പവർഫുൾ ആവുമ്പോ ഭക്തൻ പറയുന്നതോ അല്ലെങ്കിൽ ഭക്തന്റെ ആഗ്രഹം അനുസരിച്ചോ ഭഗവാന് പ്രവർത്തിക്കാനേ കഴിയുള്ളൂ. അതാണ് ഈ കഥയുടെ ഒരു ഇത്. അപ്പൊ അത്രയാണ് ഭക്തൻ എന്ന് പറയുമ്പോഴുള്ള ഒരു പവറാണ് അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് ഭഗവാനിലേക്ക് അർപ്പിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. നമ്മൾ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മ അറിയാണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, നമുക്കൊരു ആസക്തി നമുക്ക് ആസക്തി. ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് ചായ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുടിക്കാൻ തോന്നും. മനസ്സിലായി? ചായ കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ തോന്നും. അതാണ് ആസക്തിയും വിരക്തിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ആസക്തിയിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പം. നീ എന്നും ചായ കുടിച്ചോളാൻ പറഞ്ഞാൽ നമ്മളൊന്ന് ചായ കുടിക്കും.
മനസ്സിലായ? കുടിക്കരുതില്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രശ്നം വരും. അപ്പൊ യോഗാഭ്യാസം എന്നൊക്കെ പറയുന്നത് ശരിക്കും വിരക്തിയിലേക്കുള്ള സംഗതിയാണ്. പക്ഷെ ഭക്തി എന്ന് പറയുമ്പോൾ ആസക്തി, ആ ആസക്തിനെ എന്ത് ചെയ്യണം നമ്മള്? അത് ഭഗവാന്റെ കാര്യങ്ങളിലേക്ക്, ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഭഗവാനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അത് എത്രയോ കണക്ട് ചെയ്യണം. നമുക്ക് ഫുൾ ടൈം, നമുക്കത് നമുക്ക് ഗൃഹസ്ഥരാകുന്ന നമുക്ക് ഫുൾ ടൈം അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. അത് കാരണം നമുക്ക് എപ്പോൾ ചാൻസ് കിട്ടണം അവിടെ ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ്, നമ്മൾ അറിയാണ്ട്. അപ്പൊ അതിൽ കൂടെ നമുക്ക് എന്തെന്ന് യോഗാഭ്യാസങ്ങൾ അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന പവർ അടക്കം ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതിന് പ്രഭാത് സ്വാമി പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ ഭഗവാൻ ഭക്തി യോഗ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ആണ് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത്, പക്ഷെ ഹരകൃഷ്ണ മന്ത്രം ഒന്ന് ജപിച്ചിരിക്കുക അതിൽ കൂടെ. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് അത് രണ്ടും കൂടി കിട്ടും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടും, നിങ്ങൾ ആഗ്രഹിച്ച ആയ മെഡിറ്റേഷൻ പവർ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ്, അത്തരം പവർഫുൾ ആണ് ഭക്തി യോഗയ്ക്ക് ഉള്ളതെന്നാണ് പറഞ്ഞത്. അതിനൊരു ഉദാഹരണമാണ് എങ്ങനെയാണ് നമ്മൾ ഒരു ഭക്തി യോഗ ചെയ്യേണ്ടതെന്നാണ് അംബരീഷ് മഹാരാജാന്റെ കഥയിൽ കൂടെ പറഞ്ഞു തരുന്നത്. അടുത്ത ശ്ലോകം. ധായതേ വിഷയാം പുംസാ സംഗസ്തേഷു ഭജായതേ സംഗ സഞ്ചയത കാമാ കാമാത് ക്രോധഭിജായതേ. ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് നിരവധിക്കുക, അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്നും ക്രോധവും ഉളവാകുന്നു. ഇനി നമ്മൾ ഇന്ദ്രിയ വിഷയത്തിനെ പറ്റി സാധാരണ രീതിയിൽ നമ്മൾ ഭൗതികതയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഒരു സെക്കൻഡ് വരും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ബേസിക് ആയിട്ട് പറയുമ്പോൾ ചിന്ത എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ, പാസ്റ്റ്, ഇത് രണ്ടും നമ്മൾ ചിന്തിക്കുക. പ്രസന്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കില്ല. നമ്മളെപ്പോഴും ഒന്നിലും മുന്നിലേക്ക് അല്ലെങ്കിൽ പിന്നിലേക്കായിരിക്കും നമ്മൾ ചിന്ത. അത് രണ്ടില്ലാത്ത ഒരു അവസ്ഥ, സെന്റർ പോയിന്റ് സമാധി, മനസ്സിലായി? അതിന് അപ്പോഴാണ് നമ്മളെ തന്നെ അറിയുന്ന ഒരു പൊസിഷൻ. അത് രണ്ടും കൺട്രോൾ, അതിന് യോഗാഭ്യാസം എന്ന് പറയുമ്പോൾ മുകളിലേക്കും പിന്നിലേക്കും പോകാണ്ട് നമ്മളെ തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല. അതിനെ ശ്രദ്ധിക്കണം. അപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ അവസ്ഥ അനുസരിച്ച് ഭൗതിക ലോകത്തില് ഈ ഇന്ദ്രിയത്തിന്റെ പിറകെ ആയിരിക്കും നമ്മൾ. അതിന് ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇന്ദ്രിയ വിഷയം എന്നപ്പോ കണ്ണെപ്പോഴും കാണാൻ ആഗ്രഹിക്കും, ചെവി എന്തെങ്കിലും കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് ഭൗതിക പ്രകൃതിയുടെ പ്രത്യേകത അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, അതിൽ ആസക്തി നമുക്ക് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് നമ്മൾ മനസ്സിലൊരു വ്യക്തിനെ കണ്ട് ഇപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ട് അതെന്താ ശബ്ദം, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ അവിടേക്ക് പോകുന്നത് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അതറിയാൻ ശ്രമിക്കും. നമുക്ക് കൈക്കലാക്കാൻ വേണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതൊക്കെ ഇതിന് ഇന്റർ കണക്ട് ആയിട്ട് വരും. അപ്പൊ സംഭവം എന്താണ്, നമ്മൾ ആ കണ്ണ് അല്ലെങ്കിൽ നമ്മളെ ചെവി അത് കേട്ട കാരണം കൊണ്ടാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്, അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവിടെ കാമം അതിൽ കൂടെ നമുക്ക് വരുന്നത്. അപ്പൊ ഇന്ദ്രിയത്തിന്റെ വഴിയിലൂടെയാണ് കാമം വരുന്നത്. അതാണ് പറഞ്ഞ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാവും. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ലഭിക്കാതാവുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അത് കിട്ടും. അല്ലാതെ നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് ലഭിക്കണം എന്നില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ പ്രശ്നം വരുമ്പോഴൊക്കെ ക്രോധവും വരും. അതാണ് ഭൗതിക പ്രകൃതി. എന്തുകൊണ്ട് ദുഃഖം വരുന്നതിന്റെ ഉദാഹരണം, കാമം ഉണ്ടെങ്കിൽ ദുഃഖം വരുന്നതിന്റെ കാരണം അതാണ്. അത് നമുക്ക് നടപ്പിലാകാണ്ട് വരുമ്പോൾ നമുക്ക് ആ ദുഃഖം വരും. നമ്മ ഉദ്ദേശിച്ചു നമ്മുടെ ദുഃഖം എന്ന് പറയുന്നതിന്റെ ബേസിക് അതാണ് നമ്മുടെ കാമമാണ്. അതിൽ പറയുന്നത് കൃഷ്ണബോധം ഇല്ലാത്തവർക്ക് ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഭൗതിക തൃഷ്ണതയിൽ വശപ്പെടുന്നു. അപ്പൊ അതാണ് പ്രശ്നം. കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് ഭഗവാന്റെ കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ ഭൗതികതയിലേക്ക് ചിന്തിക്കാൻ പോകുമ്പോൾ ഭൗതിക ഇതിലേക്ക് ചിന്തിക്കും. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെ നമ്മൾ ഭൗതികയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ സ്റ്റാർട്ടാവും. ആത്മാർത്ഥമുള്ള ഒരു ഭക്തൻ ഭഗവത് സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന ആത്മീയ ആനന്ദം ആസ്വദിക്കുന്നതിനാൽ എല്ലാ ഭൗതിക സുഖങ്ങളെയും അവഗണിക്കുന്നു. അതത്രേ ഭക്തന്റെ വിജയരഹസ്യം. അപ്പൊ ഭക്തനും ഒരു സാധാരണ വ്യക്തിയും തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് പറയുന്നത്. കാരണം ആ ഭക്തനെ സംബന്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആനന്ദം ആ വ്യക്തിക്ക് ലഭിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റുള്ള സുഖങ്ങൾ അത് ഇതിനേലും ബെറ്റർ ആണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങുന്ന ഒരു സ്റ്റേജ് വരും. മനസ്സിലായി? നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് വരണം എന്നെല്ലാം പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത് അഭ്യാസായ കൗന്ദയ എന്ന് പറയുന്നത്. നമ്മൾ അഭ്യാസം കൊണ്ട് മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോ നമ്മൾ നന്നായിട്ട് പാട്ട് പാടാൻ ഉദ്ദേശിച്ച ആദ്യമേ നമുക്ക് പാട്ട് പാടാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ ആ ലെവലിലേക്ക് കുറെ വർക്ക് ചെയ്ത് വരുമ്പോ പിന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റും അല്ലെ. നല്ലൊരു പാട്ട് നമുക്കൊരു ആഗ്രഹമുണ്ട്, ഒരു സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ജനറൽ ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാണ്. അപ്പൊ നമ്മളത് കുറെ പ്രാവശ്യം പറയുമ്പോൾ എന്താ, ആദ്യം നമുക്കത് ബുദ്ധിമുട്ട്, നമുക്ക് തന്നെ അരോചകമായിട്ട് തോന്നണ ഇതുണ്ടാവും. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ എന്താ, അത് നമുക്ക് ആസ്വാദന ശേഷിയിലേക്ക് വരുന്നു. ഇത് തന്നെയാണ് ഇത്രയുള്ള ഇതിലും
ആദ്യം തന്നെ ചിലപ്പോൾ നമുക്ക് ആ ഭക്തി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വിചാരിച്ച അത്ര ഒരു ആനന്ദം ഇതൊന്നും നമുക്ക് ലഭിക്കണം എന്നില്ല. പക്ഷെ നമ്മൾ ചെയ്ത് പോകുമ്പോൾ അതിൽ പതുക്കെ ആ രുചി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത്. അങ്ങനെയാണ് രുചിയിൽ നിന്ന് പിന്നെ ഭാവം അങ്ങനെ മുകളിലേക്ക് പോണ ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തിന് നമുക്ക് ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സുഖ ദുഃഖം നമ്മൾ അഫക്റ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ അതിനേലും അപ്പുറത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു തുടങ്ങി. അവിടെ തുടങ്ങുമ്പോൾ നമ്മളത് വിടും. ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഫീൽ ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതിനൊരു ആത്മീയ ആനന്ദം എന്ന് പറയും. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ തന്നെ ഇത് കിട്ടണം എന്നല്ല ഞാൻ പറയണത്. നമുക്ക് കിട്ടുന്നവരും ഉണ്ടാവാം, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ആത്മീയ സന്തോഷങ്ങൾ കിട്ടുന്നവരുണ്ടാവാം. പക്ഷെ എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കണമെന്നില്ല, അതിന് പല കാരണങ്ങളുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ അത് ട്രൈ ചെയ്ത് പോകുമ്പോൾ മുകളിലേക്ക് പോകുന്നവരും ആ ആനന്ദം കൂടിക്കൊണ്ടിരിക്കും. അതിന് ഭക്തിയിൽ മാത്രമേ ഒരു ആനന്ദം നമുക്ക് ലഭിക്കുള്ളൂ. യോഗാഭ്യാസത്തിൽ നമുക്ക് വിരക്തി കാരണം കൊണ്ട് ഒരു ആനന്ദം നമുക്ക് ലഭിക്കില്ല. അവർ പിന്നെ ആ റേഞ്ച് കഴിഞ്ഞ് അടുത്ത ലെവലിൽ എത്തുമ്പോൾ അത് അവർക്ക് ലഭിക്കുള്ളൂ. അവർക്ക് അതിന്റെ വേറെ ഇതൊക്കെ കിട്ടും. അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് സിദ്ധികളൊക്കെ ലഭിക്കും. നമുക്കറിയാം, അതൊക്കെ വരുന്നതുള്ളൂ. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അത് അടുത്ത ശ്ലോകം 63-ാമത്തേത്. ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംസാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധത്തിൽ നിന്ന് സമ്മോഹവും, അതിൽ നിന്ന് ഓർമ്മപ്പിഴയും, ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്തിൽ നിന്ന് വീണ്ടും ഭൗതികയുടെ കയത്തിൽ വീണ് നാശം പ്രാപിക്കുന്നു. അപ്പൊ ഇത് പറയുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ, ആ കാമത്തിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നത്തിന്റെ മുകളിൽ പ്രശ്നങ്ങളായിട്ട് മാറും. അങ്ങനെ ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത്? ആ ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികയുടെ കയത്തിൽ വീണ് നാശം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ അത് ശരിയായില്ലെങ്കിൽ അടുത്ത വർക്ക് ചെയ്യും. അങ്ങനെ പോയി നമ്മൾ ലാസ്റ്റ് അതിൽ ഏതൊന്നും ഭൗതികയുടെ കയത്തിലേക്ക് വീണ്ടും വീണു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ പരിത്യാഗം കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു. യോഗികളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും അവർക്ക് ആസ്വാദന കിട്ടില്ല. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ആസ്വാദന ശേഷി കിട്ടും. മറ്റവർക്ക് ഭൗതിക രീതിയിൽ, ഭൗതിക എന്നല്ല യോഗാഭ്യാസം അല്ലെങ്കിൽ വിരക്തിയിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് വിരക്തിയാണ്. അവർക്ക് ഒരു ആത്മീയ സന്തോഷം കിട്ടില്ല. പക്ഷെ ഒരു ഭക്തന് എപ്പോഴും ആത്മീയ സന്തോഷം ലഭിച്ചിരിക്കും. അടുത്ത ശ്ലോകം. രാഗോദേശ വിമുക്തസ്തു വിഷയാന്തരീശ്ചരൻ ആത്മവൈശ്വർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദേശങ്ങളിൽ നിന്ന് വിമുക്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണമായ കാരുണ്യം ലഭിക്കും. അപ്പൊ ഇത് തന്നെയാണ് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് രാഗദേശങ്ങളിൽ നിന്ന് വിമുക്തനായി കഴിഞ്ഞാല്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും എന്താണ് ഭഗവാന്റെമായിട്ടുള്ള പൂർണ്ണമായ കാരുണ്യം ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ വരുന്നത് എന്താണ്? ഭക്തി യോഗത്തിലേക്ക് കടന്നു അല്ലെ? ഈ സെക്ഷനൊക്കെ ആദ്യമൊക്കെ കുറെ ജ്ഞാനയോഗത്തിലായിരുന്നു, ഇതൊക്കെ ഭക്തി യോഗത്തിലേക്ക് കടക്കണം. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ രാഗദോഷങ്ങളും അതൊക്കെ നമ്മൾക്ക് നിന്ന് മാറിപ്പോകും. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ആ കാരുണ്യത്തിലേക്ക് നമ്മൾ കടക്കും എന്നാണ് പറയുന്നത്. കൃഷ്ണാവബോധം തികഞ്ഞൊരു വൈശ്വികമായ മേഖലയിലാണെന്ന് തോന്നുമെങ്കിലും കൃഷ്ണബോധം ഉള്ളതുകൊണ്ട് വിഷയബോധങ്ങളിൽ അനാസ്ഥനായിരിക്കും. അതായത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തോന്നും നമ്മൾ സാധാരണ കാര്യങ്ങൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാലും അപ്പൊ നമ്മൾ അത് സാധാരണ കാര്യങ്ങൾ പോലെ തന്നെയല്ലേ നമുക്ക് നോക്കാം. പക്ഷെ അങ്ങനെയല്ല, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അതീന്ദ്ര ലെവലിലായിരിക്കും. അതാണ് അത് അതീന്ദ്ര ലെവലിൽ നമ്മൾ എന്താ സംഭവിക്കുന്നുള്ളൂ? മറ്റുള്ള കാര്യങ്ങളിൽ, അതായത് ഭഗവാന്റെ കാര്യങ്ങൾ ഒഴിച്ച് മറ്റുള്ള കാര്യങ്ങളിൽ അനാസ്ഥത ആയിരിക്കും. നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ടി വരില്ല. അതിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പതുക്കെ ഒരു ഫ്രീഡം നമുക്ക് കിട്ടിത്തുടങ്ങും. അതിന് നമ്മൾ പറയുന്നത് നമ്മളെ വാനപ്രസ്ഥം എന്നുള്ള സെക്ഷൻ പറയുന്നത് അത് തന്നെയാണ്. പതുക്കെ നമ്മളെ ഈ ഡിറ്റാച്ച്മെന്റ് അവിടെ നിന്ന് ഭൗതികതയിൽ നിന്ന് ഫിസിക്കൽ വേൾഡിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ സ്പിരിച്വൽ വേൾഡിലേക്ക്, അതായത് ആത്മീയ ലതയിലേക്ക് പതുക്കെ നമ്മൾ കയറണം. എന്നാലേ നമുക്ക് സന്യാസം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കരുത്. കാരണം നമ്മുടെ ലക്ഷ്യം അത് മോക്ഷപ്രാപ്തി ആയിരിക്കണം.
ഭക്തന്റെ താല്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമായാൽ മറ്റെല്ലാ ആസ്തികളിൽ നിന്നും അദ്ദേഹം മുക്തനാണ്. അതാണ് ഒരു ഭക്തൻ. ഭക്തൻ എന്ന് പറയുമ്പോ അതിന് പറഞ്ഞത് ഭക്തിയോഗം വരുമ്പോൾ അവിടെ എന്താണ് അത് ഭഗവാനെ മാത്രം പ്രീതിപ്പെടുത്താൻ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. അത് കാരണം മറ്റുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയില്ല. അപ്പൊ വളരെ സിമ്പിൾ ആണ് പോയിന്റ്. തന്റെ പ്രവർത്തികളെല്ലാം കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തൻ അവയ്ക്ക് മേൽ നിയന്ത്രണമുണ്ട്. അതും അത് തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തികളും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഭക്തൻ ചെയ്യുക, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഭക്തന് കൈവരുന്ന അഹേതുമായ ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവബോധം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇങ്ങനെ ആ ഒരു ഭഗവത് പ്രസാദം, അത് ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ലഭിക്കുക, കൃഷ്ണാവബോധം. അല്ലാണ്ട് എല്ലാവർക്കും കിട്ടുന്നു വരുന്നില്ല. ഇപ്പൊ ശാസ്ത്രീയസ്തു അത് പറയുന്ന ഒരു ശ്ലോകം ഉണ്ടല്ലോ, അത്ര 1000-ൽ ഒരാൾക്ക് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ 1000-ൽ ഒരാൾക്ക് മാത്രമേ ഭഗവാനെ ഭഗവാന്റെ സാക്ഷാത്കാരം ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത്തരം ദുർലഭമാണ് ശരിക്കും ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഭഗവാന്റെ ഒരു കാരുണ്യം നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി വർക്കും ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ലഭിക്കും. അതാണ് പറഞ്ഞത്, അത് ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. എപ്പോഴോ നമ്മൾ അതിനനുസരിച്ച്, നമുക്ക് പറഞ്ഞില്ലേ, നമ്മൾ കോളേജിൽ മാത്രം വരെ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ വർക്കും ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പിന്നെ അതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അത് ആ പരമമായ സന്തോഷം നമുക്ക് അനുഭവപ്പെട്ട് തുടങ്ങുന്നതോടുകൂടി ബാക്കിയെല്ലാം നമുക്ക് പതുക്കെ പതുക്കെ മറന്നു തുടങ്ങും. അതായത് ഒരു ചെറിയ കുട്ടി LKG അതിൽ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പോകുമ്പോൾ ആദ്യം തന്നെ പോണ സമയത്ത് ആ കുട്ടിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ കുറച്ച് നാൾ പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വരാൻ ചില കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല, കാരണം അവിടെ ആയിരിക്കും ഭയങ്കര ഇഷ്ടം. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവിടെ ചെന്ന് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്ത് അതിലൊരു ആത്മീയ ആനന്ദം നമുക്ക് ലഭിക്കുന്നതോടുകൂടി ബാക്കിലത്തെ കാര്യങ്ങൾ നമ്മൾ വിട്ടു തുടങ്ങും, അതിൽ കോൺസെൻട്രേഷൻ നടക്കും. അപ്പൊ അതിൽ ആ സന്തോഷം നമുക്ക് കിട്ടും. അത് തന്നെയാണ്, അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമ്മളെല്ലാവരും ഭക്തി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ അതിലുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ ചില സമയത്ത് പല വീഴ്ചകളും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ വീഴ്ച, അയ്യോ അത് നമ്മൾ അത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എത്ര ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന അത്ര നമ്മൾ ഇമ്പ്രൂവ്മെന്റിലേക്ക് പോവാം. ചില വീഴ്ചകളെ പറ്റി ചിലർക്ക് 16 മാല ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ 8 മാല, അതല്ല പ്രശ്നം, നമ്മൾ അത് ചെയ്യണം. അതും പറയുന്നുണ്ടല്ലോ, ആ ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഏതാ, സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായത് മഹത്വഭായത് എന്ന് പറഞ്ഞ പോലെ. അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് വലിയ ഭയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. അത്ര ഇമ്പോർട്ടൻസ് ആണ് ഭഗവാനിലുള്ള ആ സേവനം. അതാണ് പറയുന്നത്. അടുത്ത ശ്ലോകം, പ്രസാദേ സർവ ദുഃഖാനാം ഹാനിരസോപജായതേ പ്രസന്ന ചേതസ്സഹാസ്യോ ബുദ്ധി പരിവദിഷ്ടതേ. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയുടെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. സംതൃപ്തമായി ഈ അവബോധത്തിൽ അയാൾ താമസം പിന്നെ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. അപ്പൊ എന്താണ്, കാരണം ഭഗവാന്റെ ആ സന്തോഷത്തിൽ, കൃഷ്ണാവബോധത്തിൽ സന്തോഷം ലഭിച്ച ഒരു വ്യക്തിക്ക് പിന്നെന്താണ്, അയാൾക്ക് വേറൊരു ക്ലാസ് ഉണ്ടാവില്ല. കാരണം ആ ക്ലാസ്സിലേക്ക് അവിടെ പോയാലല്ലേ, നമ്മളൊരു സ്ഥലത്ത് നമുക്കറിയാം, ചില സ്ഥലത്ത് ചെന്നാലും നമുക്ക് പ്രോബ്ലം, നമ്മൾ അവിടെ പോണില്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. എന്നതുപോലെയാണ് നമ്മളെ ലോകം മാറിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ സമൃദ്ധമായ ഈ അവബോധത്തിൽ അയാൾ താമസം പിന്നെ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു എന്ന് പറയുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അത് ശരിക്കും പെർമനന്റ് ആയി, നമുക്ക് അവബോധം പെർമനന്റ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ ചേഞ്ച് ആവില്ല. നമ്മളെ ഭക്തന്മാർ തന്നെ 3 സെഷനായിട്ട് തിരിക്കുമ്പോ കനിഷ്ഠ, മധ്യ, ഉത്തമ എന്ന് പറയുമ്പോ സെക്കൻഡ് ലെവലിൽ ഒരു മധ്യമ അധികാരി എന്ന് പറയുമ്പോ ആ ലെവലിൽ പിന്നെ ഭഗവാനെ വിട്ടിട്ട് കളിയില്ല. മനസ്സിലാവും. അപ്പൊ എന്തുവെന്ന് പറഞ്ഞാലും മാറില്ല. ശരിക്കും അവർക്ക് ചിലപ്പോ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ കുറവായിരിക്കാം, പക്ഷെ അവര് ഭഗവാനുള്ള വിശ്വാസം മാറില്ല. അതാണ് ആ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇളകില്ല. പക്ഷെ താഴ്ന്ന ലെവൽ വരുമ്പോ സാധാരണ എല്ലാവരും ആ കനിഷ്ഠ ലെവലിലുള്ളവരാണ്. നമുക്കെല്ലാവർക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായി. പക്ഷെ അതിന്റെ ലെവലിലേക്ക്, അതാണ് നമ്മുടെ പ്രോബ്ലം. അതിന് അടുത്ത ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൺഫേം ആണ്, പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറില്ല. ആ സ്ഥിരപ്രതിഷ്ഠ നമുക്ക് ലഭിച്ചിരിക്കും. അടുത്തത്, നാസ്തി ബുദ്ധിരേയുക്തസ്യ നാചായുക്തസ്യ ഭാവനാ നാചാഭവയദ ശാന്തി അശാന്ത്യസ്യ കുതാ സുഖം. പരമപുരുഷനായ പരമപുരുഷനായി
കൃഷ്ണഭോഗത്തിൽ ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയെ ഉറച്ച മനസ്സ് ലഭിക്കില്ല. അതില്ലാതെ മനസ്സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖം എവിടെ? അപ്പൊ ഇതിൽ പറയണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാനായിട്ടുള്ള ഫുള്ള് കണക്ഷൻ കിട്ടാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും സമാധാനം ലഭിക്കില്ല. സമാധാനമില്ലാത്തവിടത്ത് സുഖം എന്നുള്ള സംഭവമേ ഇല്ല. സുഖം എല്ലാവരും സുഖത്തെ പറ്റി അന്വേഷിച്ചു. സുഖം പോട്ടെ, സമാധാനം നമുക്ക് ഈ ലോകത്തുനിന്ന് കിട്ടില്ല. ഏതുവരെയും ഭഗവാനായിട്ട് കണക്ട് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് കിട്ടില്ല. കാരണം ഭഗവാൻ മാത്രമാണ് ആ പരമമായ ആനന്ദം. ആ പരമമായ ആനന്ദമാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് അന്വേഷിച്ച് നടക്കുന്നത്. അതൊരിക്കലും ഭൗതിക ലോകത്തുനിന്ന് കിട്ടില്ല എന്ന് നമ്മൾ കണക്ട് ചെയ്യുന്നു ഭഗവാനായിട്ട്. അന്ന് നമുക്ക് ആനന്ദം കിട്ടുന്നതോടുകൂടി നമുക്ക് ഭൗതികമായിട്ടുള്ള കണക്ഷൻ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. കൃഷ്ണാവബോധം ഇല്ലാതെ ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല. പിന്നെ തപോയജ്ഞാദികളുടെ സത്ഫലങ്ങളെല്ലാം ആസ്വദിക്കുന്ന കൃഷ്ണൻ തന്നെയാണെന്നും എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ ഉടമയും എല്ലാം ജീവജാലങ്ങളുടെ യഥാർത്ഥ സുഹൃത്തും അദ്ദേഹം ഒരാളാണെന്നും അറിയുന്നവർക്ക് ശരിക്കും സമാധാനം ലഭിക്കും. അപ്പൊ എന്താ പറയുന്നത്? കാരണം ഭഗവാനാണ് എല്ലാത്തിന്റെ കാരണങ്ങളുടെ കാരണം ഭഗവാനാണ് അല്ലെ? അത് ഇന്ന് മനസ്സിലാവാം. അപ്പൊ എല്ലാത്തിനും ആസ്വാദനം ഭഗവാന് വേണ്ടിയാണ്, അല്ലെ ഭഗവാനാണ് എല്ലാതെന്ന് മനസ്സിലാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശരിക്കും സമാധാനം ലഭിക്കുള്ളൂ. അതിന് എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെയും എല്ലാത്തിന്റെ ഉടമ ഭഗവാനാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാകുന്ന ഒരു അവസ്ഥ നമുക്ക് വരും. കാരണം ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് അതീന്ദ്രിയ അവസ്ഥയിലേക്ക് നമ്മൾ കടക്കാം. 67ാമത്തെ ശ്ലോകം. ഇന്ദ്രിയാണി ച പരതാം യന്മനോയോ വിധീയതേ തദസ്യ ഹരിതി പ്രജ്ഞാം വായുർനാമ വിഭാവസി. വെള്ളത്തിൽ തോണിയുടെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങൾ എന്തെങ്കിലും ഒന്നിന്മേൽ മനസ്സ് കേന്ദ്രീകരിക്കും. മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു എന്ന് പറയുന്നത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിന്റെ ജസ്റ്റ് ഒരു കണക്ഷൻ പറയുന്നത് നമ്മള് സാധാരണ ഇതിൽ ഭഗവതിയിലെ പ്രിന്റഡ് ഫോമിൽ വരുമ്പോൾ കുതിരകള് പിന്നെ സാരഥി അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ആ കൺസെപ്റ്റ് അത് തന്നെയാണ് അതില്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുതിരകൾ എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങള്, പിന്നെ ഞാണ് എന്ന് പറഞ്ഞത് മനസ്സ്, പിന്നെ അടുത്ത വരുന്നത് സാരഥി എന്ന് പറയുമ്പോൾ അത് ബുദ്ധി, പിന്നെ ഉള്ളിലുള്ള അർജുനൻ ആ കൺസെപ്റ്റ് വരുമ്പോ അത് ആത്മാവ്. അപ്പൊ തേര് എന്ന് പറയുന്നത് ശരീരം അല്ലെ? ആ ശരീരത്തിൽ ഇരിക്കുന്നതായിരുന്നു ആത്മാവ്. അതിന്റെ അപ്പുറത്ത് സാരഥിനായിരുന്നു ബുദ്ധി. അതിന്റെ അപ്പുറത്ത് സാരഥി ഞാനാണല്ലോ ചെയ്യുന്നത്, കുതിരകളെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഞാനെന്ന് പറയുന്നത് മനസ്സ്. പിന്നെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കുതിരകളാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന എന്ത് പറയുന്നത്? ഈ വെള്ളത്തിന്റെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങൾ ഒന്നിന്മേൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോ അപ്പൊ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് കുതിരകൾ അവിടെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫ്രീ ആയിട്ട് കിടക്കുന്നു. അപ്പൊ എന്റെ കുതിരകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം. മനസ്സിലായോ? അപ്പൊ അവിടെ അമ്പലം സംഭവിക്കുമ്പോൾ ഞാനിനെ അവിടെ കൺട്രോൾ ഇല്ലാത്തടത്തോളം കാലം അതിന്റെ ആ ബുദ്ധിയെയും കൂടെ വലിച്ചുകൊണ്ട് പോകുന്നു. അതാണ് അത് വിലച്ചിഴക്കപ്പെടുന്നത്. അപ്പൊ അതിന്റെ പ്രോബ്ലം എവിടെ നിന്നാ? ആ ഇന്ദ്രിയങ്ങളെ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ, മനസ്സ് ഇന്ദ്രിയങ്ങളെ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധി അടക്കം അതിന്റെ പിറകെ പോകും. അതാണ് ഇതിൽ പറയുന്നത്. അതെന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങൾ ഒന്നൊഴിയാതെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം നിരന്തരമായിരിക്കണം. അതാണ് മനസംയമനത്തിനുള്ള ശരിയായ മാർഗം. ഉദാഹരണം അംബരീഷ മഹാരാജ്. അപ്പൊ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ വെറുതെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റരുത്. നമ്മൾ ഇന്ദ്രിയങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഐഡിയൽ മൈൻഡ് ഈസ് ഡെവിൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഒരിക്കലും ഡെഡ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഡെഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ പണി തരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് എന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് വർക്ക് കൊടുക്കാന്ന് പറഞ്ഞത് ഭഗവാന്റെ കാര്യങ്ങൾ ആ ഇന്ദ്രിയങ്ങളെ ഏൽപ്പിക്കാം. അത്ര ഉള്ളതിന്റെ കാര്യം. അപ്പൊ അങ്ങനെ അതാണ് അംബരീഷ മഹാരാജാവിന്റെ കഥ പറഞ്ഞത്. അംബരീഷ മഹാരാജ് ഇന്ദ്രിയത്തിന് കണ്ണിന്റെ ഒരു വർക്ക് കൊടുത്തു. മനസ്സിലായി? അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണാബോധം തനിയെ വന്നുകൊള്ളും. നമുക്ക് മറ്റുള്ള ഭൗതിക ആസ്വാദനത്തിലേക്ക് നമ്മൾ അതിലേക്ക് തിരികെയുമില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇതൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഭക്തിയോഗത്തിലേക്ക് കടക്കേണ്ടെന്നുള്ള മാർഗങ്ങളാണ് ഇതിൽ കൂടെ ഭഗവാൻ പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് ഒറ്റയടിക്ക് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു മാർഗം വേണ്ട. ആ മാർഗങ്ങളാണ് ഒന്നൊന്നായിട്ട് എങ്ങനെയാണ് നമ്മൾ ഭക്തിയിലേക്ക് കടക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ട് ഭക്തിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. അതാണ് ഇത് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ ഡെഡാക്കാൻ പാടില്ല. ഡെഡാക്കാൻ പറ്റൂല. നമുക്ക് വളരെ ബുദ്ധിമുട്ടുന്നത്. വെട്ടാൻ പറ്റും, വളരെയധികം ബുദ്ധിമുട്ടുന്നത്.
68 തസ്മാദസ്യ മഹാബാഹോ നിഗ്രഹിതാനി സർവശ ഇന്ദ്രിയാർഭ്യസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അതുകൊണ്ട് കൈകരുത്തനുള്ളവന് ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പൊ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുമ്പോൾ കാരണം ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു വിടാൻ, അത് മനസ്സിനല്ല കണ്ടാലും ബുദ്ധിയാണല്ല, ബുദ്ധി വെച്ചിട്ട് ഞാനിനെ ഉപയോഗിച്ചിട്ട് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ലെവലില് വന്നിട്ടുള്ള വ്യക്തിനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ അതീന്ദ്ര സേവനത്തിൽ നിയോഗിക്കുക, അഥവാ കൃഷ്ണാബോധത്തിൽ മുഴുകുക വഴി മാത്രം ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട രീതിയാണ് ഇപ്പൊ കൃഷ്ണ മഹാരാജന്റെ അത് തന്നെ ഈ ശ്ലോകത്തിലും ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വരുന്നത് അതാണ്. കാരണം നമ്മള് ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ കാര്യങ്ങൾ അതിന് നമ്മൾ ഇതിലെപ്പോഴും പറയുന്ന എപ്പോഴും നമുക്ക് സേവനം ചെയ്യുക, സർവീസ് ചെയ്യുക. നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളിപ്പോ ക്ലാസ് കാണുന്നത് തന്നെ എത്ര ആൾക്കാർ ഇതിന്റെ പിറകിൽ വർക്ക് ചെയ്യാനുണ്ടാവും. നമുക്കിപ്പോ ഈ സ്ലൈഡ് ഉണ്ടാക്കുന്ന തരുന്നാലും അമ്പലത്തിൽ ഇത്രയും ആൾക്കാരുടെ പേര് ഇപ്പൊ മാതാജിമാരും എല്ലാവരും ഫോൺ വിളിക്കുന്നു. അതേപോലെ തന്നെ അമ്പലത്തിന്റെ ഇതേപോലെ തന്നെ എത്ര ബ്രഹ്മചാരികൾ ഇവരൊക്കെ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ ലക്ഷ്യം എന്താണ്? ഭഗവാന്റെ നാമം എല്ലാവരിലേക്ക് എത്തുക. അപ്പൊ എല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വന്തം ബുദ്ധി അല്ലെങ്കിൽ സ്വന്തം ഇന്ദ്രിയങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റിൽ അത്രയെങ്കിലും സമയം നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ അത്രയെങ്കിലും നമ്മൾ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറെങ്കിലും 2 മണിക്കൂറെങ്കിലും വലിയ ആചാര്യന്മാര് അങ്ങനെ ഫുൾ ഡിവോട്ടഡ് ആയിട്ടുള്ള ഭക്തന്മാരെ പറ്റിയല്ല, സാധാരണ രീതിയിലാണെങ്കിൽ 2-3 മണിക്കൂറെങ്കിലും നമുക്ക് നമ്മൾ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിനെല്ലാവരും സർവീസ് ചെയ്യണം എന്നൊക്കെ പറയേണ്ട കാര്യമാണ്. നമ്മൾ അത്രയെങ്കിലും സമയം ഭഗവാന്റെ കാര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. കാരണം ഭഗവാനാണ് അൾട്ടിമേറ്റ്. അപ്പൊ ഭഗവാന് വേണ്ടിയാണ് നമ്മൾ എല്ലാ സർവീസും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്ത് എന്തെങ്കിലും സർവീസ് മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നമ്മൾ കുറച്ച് സമയം ഭഗവാനിലേക്ക് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ 24 ടൈമും ചെയ്യുമ്പോഴാണ് അവർ കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അങ്ങനെ മാറാനാണ് പ്രഭുപാദരായ സ്വാമി നമ്മളോട് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പതുക്കെ നമ്മൾ ഫുൾ ടൈം വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല. ഇന്നത്തെ ക്ലാസ് ഇപ്പൊ സാധാരണ രീതിയിൽ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇന്ന് ക്ലാസ് എടുക്കുന്ന അങ്ങനത്തെ സർവീസുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഇന്ന് എന്ത് ക്ലാസ് ആയിരിക്കും, നാളെ എന്ത്, അത് മാത്രം. അപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്താ ഭഗവാന്റെ കാര്യമായിരിക്കും. ഇപ്പൊ ആരെങ്കിലും ഫോൺ ചെയ്യണം, അപ്പൊ മാതാജി ക്ലാസ്സിൽ കയറിയോ അല്ലെങ്കിൽ പ്രഭു ക്ലാസ്സിൽ കയറിയോ, ഇതൊക്കെ എന്തിനാ ചിന്തിക്കുന്നത്? ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? ഇത് ഭഗവാന്റെ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞു അതിന് കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തെ നിയോഗിക്കുക. അങ്ങനെ കൃഷ്ണാബോധത്തിൽ നമുക്ക് മുഴുക. അതിനൊരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്, എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് കടക്കേണ്ടത്. അങ്ങനെ ആയി കഴിഞ്ഞ് പിന്നെ പതുക്കെ നമ്മൾ വളരെയധികം ഉയരങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. യാനിശ്ച സർവഭൂതാനാം തസ്യം ജാഗർതി സംയമീ യസ്യം ജാഗ്രത ഭൂതാനി സാനിശ്ച പശ്യതോ മുനഃ. സർവ ജീവജാലങ്ങൾക്കും രാത്രിയാകുമ്പോൾ ആത്മസംയനം കൈവരിച്ചവൻ ഉണർന്നിരിക്കുന്നു. ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ്. ഇത് പറയുന്നത് എന്താണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് 2 രീതിയിൽ വായിക്കാം. അതിന് ഇങ്ങനത്തെ ശ്ലോകങ്ങള് കുറെ പ്രാവശ്യം നമ്മൾ വായിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്നാമത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ്? സർവ്വജീവജാലങ്ങൾക്കും രാത്രി ആയിരിക്കുമ്പോൾ, നമ്മളെ പോലെയുള്ള എല്ലാ സർവ്വജീവജാലങ്ങളും രാത്രി ആയിരിക്കുമ്പോൾ ആത്മസംയനം കൈവരിച്ചിരിക്കും. അതായത് കൈവരിച്ചിരിക്കുന്നവർ ഉണർന്നിരിക്കുന്നു. എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ്. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മസംയനം, നമുക്ക് കൺട്രോൾ കിട്ടിയിട്ടുള്ള വ്യക്തി ഉണർന്നിരിക്കും. അതായത് ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ പകലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, രാത്രി നമ്മൾ ഉറങ്ങും അല്ലെ? അപ്പൊ ആ സമയത്ത് രാത്രി ഉറങ്ങാത്ത വ്യക്തികൾ, ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് എടുത്താൽ എങ്ങനെയാ? അങ്ങനെയല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ മീനിങ്? ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുക സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ഈ ശ്ലോകത്തിന്റെ? ഹരേഷ്ണ, ഈ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ വിവർത്തനം കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ആരെങ്കിലും ഒരാളെന്ന് പറയാൻ പറ്റുമോ? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പ്രാവശ്യം വായിക്കും, ഇതെല്ലാം ഇതിന്റെ അപ്പുറത്ത് മീനുകൾ നമുക്ക് കിട്ടും. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ?
കൃഷ്ണ പേര് വിളിക്കട്ടെ. ഞാൻ ഇതിന്ന് കപ്പിക്കുത്തി ഒരാളെ പേര് വിളിക്കാം. ആശ മാതാജി ഉണ്ടോ? മാതാജി ക്ലാസ്സിലുണ്ടോ? ക്ലാസ്സിൽ തന്നെ ഇല്ലേ? ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് അറിയാവുന്ന പറയാം. നമ്മൾ എല്ലാവരും ഇതുള്ളതല്ല. എന്തെങ്കിലും എന്താണ് നമുക്ക് ഈ ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്? ജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയനം കൈവരിച്ചവർ ഉണർന്നിരിക്കുന്നു. ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ്. അതിന്റെ മീനിങ് എന്താണ് ശരിക്കും? അതായത് ഇത് രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, നമ്മൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇതിനെന്താ പറയണത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഋഷീശ്വരന്മാര് നമ്മളെ പോലെയല്ല അവരെ ചിന്താഗതി. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ചിന്തിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? അതായത് നമ്മൾ ഉറങ്ങുമ്പോ രാത്രി ഉള്ളവര് വൈകിട്ട് രാത്രി അവര് ഉണർന്നിരുന്ന് അവർ പല ക്രിയകളും ചെയ്യും എന്നാണ് ഒറ്റയടിക്ക് നമുക്ക് ഈ ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെ? എന്താണ് ചെയ്തിട്ടുള്ളത്? രാത്രി ആകുമ്പോ ആത്മസംയനം കൈവരിച്ച അപ്പൊ ഭയങ്കര പവറുള്ള ആൾക്കാര് അവര് രാത്രി ഉറങ്ങില്ല, പകല് അവര് കിടന്നുറങ്ങും. അങ്ങനെ നമുക്ക് സാധാരണ സിമ്പിൾ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി. എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ അവര് ഉറങ്ങും, നമ്മൾ ഉറങ്ങുമ്പോ അവരെണീറ്റിരിക്കും. ഇതാണ് ഈ ശ്ലോകം. പക്ഷെ ഇത് എല്ലാത്തിന്റെ അതിന് പറഞ്ഞ ഒരൊറ്റ ഇതിൽ അതേ മീനിങ് കിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ മീനിങ് പല മീനിങ്ങുകളുണ്ട്. ഒരെണ്ണം എന്ന് പറയുമ്പോൾ അതായത് ഋഷിമാര് സാധാരണ ജനങ്ങളെ പറ്റി കമ്പയർ ചെയ്യണതാണ്. അപ്പൊ ഋഷിമാര് നമ്മളെ പ്രവർത്തനമല്ല അവരെ പ്രവർത്തനം. മനസ്സിലായേ? നമ്മൾ ചിന്തിക്കാനല്ല അവരെ ചിന്തിക്കണം. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആ ഓപ്പോസിറ്റിനെ കാണിക്കണാണിത്. പിന്നെ വേറെ രീതി പറഞ്ഞാൽ ആത്മീയവും ഭൗതികവും. മനസ്സിലായി? ആത്മീയത്തിൽ വരുമ്പോൾ നമ്മള് വേറൊരു പവറാണ് നമുക്ക്, അല്ലെ? ഭൗതികം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമാണ് അത്. അപ്പൊ ഇത് രണ്ടോ ഓപ്പോസിറ്റിലാണ് നടക്കുന്നത്. അതാണ് ഈ ശ്ലോകത്തിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു. അതിനെ പറഞ്ഞാൽ നമ്മൾ കുറെ പ്രാവശ്യം വായിക്കുമ്പോൾ പലതരത്തിലുള്ള മീനിങ് നമുക്ക് ഭൗതിക ഗീതയിൽ നമുക്ക് കിട്ടും. അതാണ് ഇതിൽ പറഞ്ഞ ബുദ്ധിമാന്മാർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വിഷയസുഖത്തിന് വേണ്ടി നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നവര്, പിന്നെ ചിലവരെന്ത് ചെയ്യും? ആ ബുദ്ധി എന്തിനാ? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കും. അപ്പൊ നമ്മളെ ബുദ്ധി അതിന് രാത്രിയും പകലെന്നുള്ളത് ആ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നത് ഭൗതികമായിട്ടുള്ള കാര്യത്തിനാണ്, ചിലർ ഉപയോഗിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിന്റെ കാര്യത്തിനാണ്. അതിന് പറഞ്ഞ നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഋഷിമാരെ പറ്റി പറയുമ്പോൾ അവർ ഉണർന്നിരിക്കുന്നു. ആത്മീയ സംസ്കാരത്തിന്റെ ക്രമമുറ്റത്തിനായി ഋഷിമാരെ സംബന്ധിച്ച് അവര് ആത്മീയ മുന്നേറ്റത്തിന് വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മള് ഭൗതിക മുന്നേറ്റത്തിന് വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് രാത്രിയും പകലും കൊണ്ട് ഉദ്ദേശിക്കും. അതിന് നമ്മളെ ശ്ലോകങ്ങളെ മീനിങ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ജനറൽ ആയിട്ട് വായിച്ചു പോയി കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം വായിക്കണത്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി പിന്നെ നമ്മൾ കുറച്ചും കൂടെ 3-4 പ്രാവശ്യം വായിക്കുമ്പോൾ വീണ്ടും മതിയെന്ന് പല മീനിങ്ങൾ നമുക്ക് കിട്ടും. ആഭൂരമാണമജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവശ്യന്തി തദത്കാമായം പ്രവശ്യന്തി സർവേ സാശാന്തി വപ്നോതി ന കാമകാമി. എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും ഉത്ക്ഷോഭമില്ലാത്ത എന്ന സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകുന്ന ആഗ്രഹങ്ങൾ പ്രക്ഷുബ്ധനാഥ മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്, മറിച്ച് ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനുമല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇതിൽ പറയുന്നത്. കാരണം നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് ഭൗതികപ്രകൃതിയുടെ പ്രത്യേകതയാണ്. അതിന് പറഞ്ഞത് സമുദ്രങ്ങളിൽ നദികൾ എന്ന പോലെ, സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ ഇങ്ങനെ എപ്പോഴും പ്രവാഹമായിരിക്കും, അല്ലെ? അപ്പൊ അതിൽ പ്രക്ഷുബ്ധമാവാതെ, അതായത് ഭൗതികമായ പ്രശ്നങ്ങളിൽ നമ്മൾ ഒരിക്കലും പ്രക്ഷുബ്ധമാവരുത് എന്നാ പറഞ്ഞത്. കാരണം മറിച്ച് ആഗ്രഹം അത് പ്രക്ഷുബ്ധനാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്, മറിച്ച് ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന യത്നിക്കുന്നവനല്ല. അപ്പൊ ഇവിടുത്തെ ഈ ഭൗതിക പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ പ്രക്ഷുബ്ധനാവാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. പിന്നെ അത് തീർക്കാൻ വേണ്ടി കൂടുതൽ നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അത് എണ്ണി തീർന്ന് നമുക്ക് പ്രശ്നങ്ങൾ, അതിനാ പ്രക്ഷുബ്ധമായിട്ടുള്ളത് നമ്മളിക്കൽ അത്ര ആഗ്രഹങ്ങളാണ് നമ്മളിക്കൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹങ്ങളും ക്ലേശങ്ങളും ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള പവർ നമ്മൾ ലഭിച്ചിരിക്കണം. അതിനുള്ള ഏറ്റവും സിമ്പിളുമായിട്ടുള്ള മെത്തേഡാണ് ഭക്തിയോഗ എന്നാണ് ഇതിൽ പറയുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നത് അതാണ്.
71 ശ്ലോകം. വിഷയ കാമാൻഹ്യ സർവാൻ പുംസ്യജ്ജരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര ശാന്തിമതി ഗച്ഛതി. എല്ലാ വിഷയാഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമാവകാശ ബോധവും മിഥ്യാഹംഭാവവും ഉപേക്ഷിച്ചവനായി നിസ്പൃപ്തനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിയായ ശാന്തി നേടാൻ കഴിയുള്ളൂ. വീണ്ടും നമ്മൾ എങ്ങനെയാണ് ഭക്തിയോഗത്തിലേക്ക് കടക്കേണ്ടതെന്നും എങ്ങനെയാണ് നമ്മളെ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും ഇതൊക്കെ വീണ്ടും പറയണത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ശാന്തി നേടാൻ കഴിയുള്ളൂ. അതായത് ഭൗതികമായ ഒരു പവർ നമ്മൾ ഭൗതികമായിട്ടുള്ളത് കൺട്രോൾ ചെയ്യണം. അതിന് നമ്മൾ സത്ത് രജസ് തമസ് എന്ന് പറയുമ്പോൾ ആ സത്ത് ഗുണത്തിലേക്ക് പതുക്കെ പതുക്കെ നമ്മൾ മാറണം. നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിരിക്കണം ഓട്ടോമാറ്റിക് ആയിട്ട് തമസ്സുള്ളവർക്കണം. അധികമുള്ളവർക്കോ ഓട്ടോമാറ്റിക് ആയിട്ട് രജോ, പിന്നെ അതിനും കുറവോ സത്യം. അപ്പൊ എന്താണ്, അതിലേക്ക് സത്ത് ഗുണത്തിലേക്ക് നമ്മൾ കയറും തോറും നമുക്ക് പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ അങ്ങനത്തെ വിഷമങ്ങൾ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഭൗതികമായിട്ടുള്ള ആസക്തി കുറയുന്നതോടുകൂടിയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിലേക്ക് കയറി പോണത്. അതാണ് ഇതിൽ പറയുന്നത്. ശ്ലോകം. ഏഷാബ്രാഹ്മസ്ഥിതി പാർത്ത നൈനം പ്രാപ്യ വിമോഹിതി സ്ഥിതസ്യ മന്ദകാലേപി ബ്രഹ്മനിർവാണം ഋച്ഛതി. ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആത്മീയവും ദൈവികവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയും അതേ സ്ഥിതി തുടരുവാൻ ഭഗവധാമത്തിലെത്തും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരണസമയത്തും ആത്മീയവും ദൈവികവുമായ പദമാണ്. ഏതൊന്നിനും മനുഷ്യന് വിഭ്രതി ഒഴിയുന്നുവോ. അപ്പൊ നമ്മള് ഭൗതികതയിൽ നിന്ന് നമ്മൾ പതുക്കെ മാറാൻ ശ്രമിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ആ സമയം അത് നമുക്ക് അതിനെ പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വിരക്തിയിലേക്ക്, അതായത് ഭൗതികതയിൽ നിന്ന് പതുക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ മരണാവസ്ഥയിലും അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അതാണ് അങ്ങനെ മരണാവസ്ഥയിലും നമ്മൾ ഭൗതികതയോടുള്ള വിരക്തി സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിലേക്ക് കൊണ്ടുപോയി കൃഷ്ണാബോധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭഗവധാമത്തിലെത്താം. അത് നമ്മൾ ജനറൽ ആയിട്ട് പലപ്പോഴും പറയുന്നതൊക്കെ നമ്മൾ ഏജ്ഡ് ആകുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു ഇൻഡയറക്റ്റ് മീനിങ് ഇതാണ്. അപ്പോഴെങ്കിലും നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും അതിന്റെ ചാൻസസ് കിട്ടും. നമ്മൾ ഈ വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ചെയ്യണം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടണം. ആ മരണവേളയിൽ അതിന് പറഞ്ഞു മരണവേളയിൽ അതേ സ്ഥിതി തുടർന്ന് ഭഗവത് സന്നിധിയിൽ എത്തുന്ന ഭഗവാൻ പറയുന്ന ശ്ലോകമാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഭഗവാന്റെ നാമത്തിനും ഭഗവാന്റെ സേവനത്തിനും. അതാണ് ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നത്. അതാണ് ഇതിന് ഏറ്റവും ഇതിൽ പറഞ്ഞത്. ഭഗവത മറ്റൊരു തരത്തിന് ഭൗതിക ജീവിതം അവസാനിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ജീവിതം ആരംഭിക്കുന്നുള്ളൂ. അതിന് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞത് ഭൗതിക ജീവിതം അവസാനിക്കുമ്പോഴാണ്. അപ്പൊ ആ പോയിന്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തനി ഭൗതികവാദികൾ ഈ ഭൗതിക ജീവിതത്തിന് ഒരു അവസാനമുണ്ടെന്ന് മനസ്സിലാക്കുകയേ വേണ്ടൂ. ആധ്യാത്മിക പുരോഗതിക്കാരുടെ ഇതിനു ശേഷവും മറ്റൊരു ജീവിതമുണ്ട്. മനസ്സിലായോ? അപ്പൊ ആധ്യാത്മികമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഇതിന് ശേഷവും ഒരു ജീവിതമുണ്ട്. പക്ഷെ ഭൗതികവാദികൾക്ക് ഇതാണ് അവസാനം. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ നമ്മള് ശരിക്കും പറയുന്നത് ഭൗതിക ജീവിതം അവസാനിക്കുമ്പോഴോ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നുള്ളൂ. ഈ പോയിന്റ്സുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവത് സേവനം ഭഗവത് ധാമവും വിഭിന്നങ്ങളെല്ലാം. ഭഗവത് സേവനവും ഭഗവത് ധാമവും വിഭിന്നങ്ങളല്ല. ഇത് അടുത്ത പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത് സേവനവും ഭഗവത് ധാമവും വിഭിന്നമല്ല. ഇതെന്താണെന്ന് മനസ്സിലായി ഇതാരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് അങ്ങനെ പറഞ്ഞത്? ഭഗവത് സേവനവും ഭഗവത് ധാമവും വിഭിന്നമല്ല. ഹരേ കൃഷ്ണ. എന്താ അത് ആ പോയിന്റ്സ് എന്ത് പ്രഭുപാദർ പറഞ്ഞത് ഈ ശ്ലോകത്തിന്റെ ബേസിൽ? ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ട് ഹരേ കൃഷ്ണ? കേൾക്കുന്നുണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. ഇത് മാതാജി എന്ന് പറ. എന്താ മാതാജിക്ക് മനസ്സിലായത്? എന്താ പറയുന്നത്? ഭഗവത് ധാമവും ഭഗവത് സേവനവും വിഭിന്നങ്ങളല്ല. എന്താണ് അത് ഉദ്ദേശിച്ചത്?
ഭഗവാനെ സേവിക്കുന്നത് ആ ഭഗവാനെ സേവിക്കുന്നത് ഭഗവത് സേവനം. ഓക്കെ. ഉം, ഭഗവത് ധാമം എന്ന് പറഞ്ഞത് ഭഗവാന്റെ ധാമം, ഗോലോക വൃന്ദാവനം നമുക്ക് പറയാം. ഉം. ഇത് രണ്ടും ഒന്ന് തന്നെയെന്നാണ് പറയുന്നത്. അതെന്താണ്? ആരെങ്കിലും പറയാൻ പറ്റും? മാതാജി, വേറെ ആരെങ്കിലും? നമ്മൾ അതിന് പറഞ്ഞ ഭഗവത നമ്മൾ കുറെ പ്രാവശ്യം വായിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ പേരുകൾ നമുക്ക് ഡൗട്ട് വരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യണം. എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. ഇപ്പൊ എനിക്കറിയാത്ത പോലെ പോയിന്റ്സുകൾ ഉണ്ടാവും. നിങ്ങൾ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ അടക്കം ശ്രദ്ധിക്കാം. അപ്പൊ നമ്മളെ ഗുരുക്കന്മാരോട് നമ്മൾ ചോദിക്കും, അവരോട് സംസാരിച്ചിട്ട് അത് ക്ലിയർ ചെയ്യും. എല്ലാ പോയിന്റ്സും ചിലപ്പോൾ 2-3 മീനിങ്സുകൾ വരണം. അതിന് നമ്മളത് ഡിസ്കസ് ചെയ്യണം, നമ്മൾ വായിച്ചു പോകണം എന്ന് പറഞ്ഞു. എല്ലാ പോയിന്റ്സും എനിക്കും ഇപ്പൊ ഞാൻ പറയുന്ന പോയിന്റ്സ് ചിലപ്പോൾ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടി വരും, അത് തന്നെയാണോ? അപ്പൊ അതിനും പറഞ്ഞത്. അപ്പൊ ഇതിൽ പറയുന്നത് ഇതാണ്, ഭഗവത് സേവനവും ഭഗവത് ധാമവും വിഭിന്നങ്ങളല്ല എന്ന് പറയുന്നത്. അത് രണ്ടും നിരപേക്ഷ തലത്തിൽ തന്നെ എന്ന് പറയുന്ന പോയിന്റ് കൂടിയുണ്ട്. അതായത് നമ്മൾ ഭഗവാനെ സേവിക്കുമ്പോൾ നമുക്കുണ്ടായ ആത്മീയ ഒരു ആനന്ദം നമുക്ക് ലഭിക്കും. ഭക്തനെ അത്തരം പ്യുവർ ഡിവോട്ടി ആകുമ്പോൾ അവനെ സംബന്ധിച്ച് ഭൗതിക ലോകവും ആത്മീയ ലോകവും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അതായത് ആ വ്യക്തി ആ ഭൗതിക ലോകത്തിലായിരിക്കും. വലിയ വലിയ ആചാര്യന്മാര് നമുക്ക് തോന്നുന്ന അവർ ഭൗതികതയിലാണ്, പക്ഷെ അവർ ഭൗതികതയിലല്ല, അവർ ആത്മീയതയിലായിരിക്കും. അതാണ് ഭഗവത് സേവനവും ഭഗവത് ധാമവും ഒന്ന് തന്നെയാണ്. നമുക്ക് ഇവിടെ തന്നെ ഭഗവത് ധാമാണ് നമ്മുടെ. മനസ്സിലായി? ഭഗവാൻ അങ്ങനെയാണ് അതിന്റെ അതാണ് പറഞ്ഞത്, രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ ഭഗവാനെ സേവിച്ച് കഴിഞ്ഞ ഭഗവത്ധാമത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മള് ഇവിടെ തന്നെ നമുക്ക് ഭഗവത്ധാമം ആയ സന്തോഷം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും പരമാനമ ആനന്ദത്തിന് വേണ്ടിയല്ല ഭഗവത്ധാമത്തിൽ പോകണം. അത് നമുക്ക് ഇവിടെ കിട്ടിയാലെന്തേ? അതിന് 2-3 ആയ സ്ഥലം നമ്മൾ മനസ്സിലാക്കണം. അതിന് ഭഗവാന്റെ നാമവും ലീലകളും ഗുണങ്ങളും ഒന്ന് തന്നെയെന്ന് പറയും. നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഭഗവാന്റെ നാമവും ഭഗവാന്റെ ഗുണങ്ങളും ഭഗവാന്റെ രൂപവും. ഭഗവാന്റെ രൂപം നമുക്കറിയാം, ഭഗവാന്റെ രൂപം. നാമം എന്ന് പറയുമ്പോ ഭഗവാന്റെ വാസുദേവൻ, അത് രണ്ടും ഒന്ന് തന്നെ എന്ന് പറയാൻ നമുക്ക് കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവില്ല. അതിന് നമ്മളെ യുക്തി വെച്ചിട്ട് മനസ്സിലാക്കില്ല, അത് ഭക്തി വെച്ച് അല്ലെങ്കിൽ അതീന്ദ്രം വെച്ചിട്ട് അത് മനസ്സിലാക്കണം. അതിന് നമ്മൾ നാമജപത്തിനും ഭഗവാന്റെ ലീലകളൊക്കെ നമുക്ക് കേൾക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. കാരണം ഇത് എല്ലാതും ഒന്ന് തന്നെയാണ്. നമുക്ക് നമ്മളെ ശബ്ദവും അതല്ല, ഭഗവാൻ അതീന്ദ്ര രൂപം എന്ന് പറയുമ്പോ ഭഗവാന് കണ്ണുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇമേജ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത് നമ്മൾ ഭഗവാൻ നമ്മൾ നിവേദ്യം കൊടുക്കണം, ഭഗവാൻ അത് സ്വീകരിക്കുന്നുണ്ട്. അതെങ്ങനെ സ്വീകരിക്കണം? അതിന് നമ്മൾ യുക്തിക്കപ്പുറമാണ് ഭക്തി എന്ന് പറയുന്നത്. അതിന് അതീന്ദ്രിയം, നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള പവറാണ്. നമുക്ക് അചിന്ത്യൻ എന്ന് പറയുന്നത്, നമുക്ക് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ് അതൊക്കെ. മനസ്സിലായി? അത് തന്നെയാണ് ഈ പോയിന്റിൽ പ്രഭാസ്വാമി പറഞ്ഞിട്ടുള്ളത്. രണ്ടും വിഭിന്നങ്ങളല്ല എന്ന് പറയുമ്പോ ഭഗവാനെ സേവിക്കുന്നതും അത് ഭഗവാന്റെ ധാമത്തിൽ നമ്മൾ പോണതും ഒന്ന് തന്നെയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് അതിന്റെ പവർ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം രണ്ടും ഒന്നായിരിക്കും. നമ്മൾ ഭഗവത്ധാമത്തിൽ എത്തിയ പോലെ തന്നെ ആയിരിക്കും ഭഗവാനെ ഉള്ളറിഞ്ഞ് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? അത് മനസ്സിലായി. അപ്പൊ അങ്ങനത്തെ പോയിന്റ്സുകൾ ചില ജനറൽ ആയിട്ട് പോയിന്റ്സുകൾ വരുമ്പോ നോട്ട് ചെയ്യുക, ഡൗട്ടുകൾ ചോദിക്കണം. അപ്പൊ നമുക്ക് എനിക്കറിയാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ഞാൻ പിന്നെ ചോദിച്ചിട്ടെങ്കിലും പറഞ്ഞു തരാൻ പറ്റും. അല്ലെങ്കിൽ മിസ്സായിക്കൊണ്ടിരിക്കും നമ്മൾ പല കാര്യങ്ങളും. കാരണം അത്ര അധികം ഉണ്ട് ഭഗവത്ഗീതയിൽ ഓരോ പോയിന്റ്സുകൾ. അപ്പൊ ഹരേഷ്ണ, അപ്പൊ ഇന്നത്തെ ഇത് കഴിഞ്ഞു, ഈ അധ്യായം കഴിഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാം. ആരെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടോ ഹരേഷ്ണ? ഹരേഷ്ണ, അടുത്ത അധ്യായത്തിൽ കിടക്കാൻ. അടുത്ത അധ്യായം കർമ്മയോഗം. അപ്പൊ ഞാൻ പറഞ്ഞില്ല 3-6 അധ്യായങ്ങള് കർമ്മയോഗമാണ്. അപ്പൊ കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഭഗവാനെ അർപ്പിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ സ്വന്തമായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട്. ഇപ്പൊ അർജുനന്റെ ധർമ്മങ്ങളുള്ളത്, അത് വൈദികമായിട്ടുള്ള നമ്മുടെ വേദശാസ്ത്രങ്ങളിലുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് ഭഗവാനായിട്ട്. അതിന് കർമ്മയോഗം എന്ന് പറയാം. അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള നമ്മുടെ കർമ്മങ്ങളല്ലാതെ നമ്മൾ എന്തൊരു കാര്യങ്ങളും ഇപ്പൊ വിവാഹം ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ 16 സംസ്കാരങ്ങളൊക്കെ വരുന്നതും അപ്പൊ അതൊക്കെ പറഞ്ഞത് അതിൽ ഭഗവാനായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ? അതിന് കർമ്മയോഗം. നമ്മൾ ചെയ്യേണ്ട കർമ്മം അത് ഭഗവാനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് കർമ്മയോഗമായിട്ട് മാറി. അപ്പൊ അതിന് ഇതിൽ പറയുന്നത്.
അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അത് ചെയ്യുന്നതോടുകൂടി ഭഗവാനായിട്ട് ഇന്റർ കണക്ട് ആയിരിക്കും, അല്ലെങ്കിൽ ആക്കണത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഭഗവാനായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യണം. അപ്പൊ അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പൊ ആ കർമ്മയോഗത്തെ പറ്റിയാണ് ഈ അധ്യായത്തിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കർമ്മയോഗം? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചിലത് ഡയറക്റ്റ് ആയിരിക്കും, ചില ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഭഗവാനായിട്ട് കണക്ട് ചെയ്തിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ സാധാരണ വളരെ ചെറുപ്പത്തിൽ നമുക്കൊരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ട് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് നമ്മൾ എടുക്കാം. അത് ഭഗവാനെ ആദ്യം സമർപ്പിക്കും. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തൊരു കാര്യം എന്തെങ്കിലും ഭഗവാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാൻ പറയും അല്ലെ. അപ്പൊ അത് തന്നെയാണ്, അതെല്ലാന്നും ഭഗവാൻ നമ്മളെല്ലാ കർമ്മങ്ങളും ഭഗവാനെ അർപ്പിക്കുന്നതാണ് ശരിക്കും ആ കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തെറ്റുകൾ ഉണ്ടാവരുതേ, അല്ലെങ്കിൽ അത് കാരണം നമ്മൾ തെറ്റുകൾ പിന്നെ ചെയ്യൂല. അത് അതിന്റെ വേറൊരു സെക്ഷൻ. അപ്പൊ അതിന് ആദ്യത്തെ ഒരു ശ്ലോകം നമുക്ക് കിടക്കാം. അല്ല, അർജുനൻ ചോദിക്കുന്നതാണ്. ജായസേ ചേത് കർമ്മണസ്താ മതാ ബുദ്ധിർജനാർദ്ദന തപ്തിം കിം കർമ്മണി ഘോരേമാ നിയോജസി കേശവ. അർജുനൻ പറഞ്ഞു, ജനാർദ്ദന അല്ല കേശവ, ബലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നെങ്കിൽ അങ്ങ് എന്തിനാണ് ഈ ക്രൂരമായ യുദ്ധത്തിന് എന്നെ പ്രേരിപ്പിക്കുന്നത്? അപ്പൊ ഭഗവാൻ അർജുനനോട് പല കാര്യങ്ങളും കഴിഞ്ഞ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിലൊരു കാര്യം ഭഗവാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാല്, ബലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. അപ്പൊ പറയുന്നുണ്ട്, നീ ബലങ്ങൾ പ്രതീക്ഷിച്ചിട്ട് നീ ചെയ്യരുത്, നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ അർജുനന് അറിയാം, ഞാൻ ബലങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, എനിക്ക് യുദ്ധവും വേണ്ട, എനിക്കൊന്നും വേണ്ട. അപ്പൊ എന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ അത് ചെയ്യണത്. അപ്പൊ ബുദ്ധിയാണ് നല്ലത്. അപ്പൊ പിന്നെ എന്തിനാണ് ക്രൂരമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്? അപ്പൊ എനിക്ക് യുദ്ധം ചെയ്യണ്ടെന്ന് ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ചിന്തിക്കണം, എനിക്കത് ചെയ്യണ്ട, എനിക്ക് ബലവും വേണ്ട, ബലം പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാ അങ്ങനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കും? എന്റെ ഇഷ്ടം, എന്റെ ബുദ്ധി അനുസരിച്ച് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് യുദ്ധം ചെയ്യണ്ട, എനിക്ക് ബലവും വേണ്ട. മനസ്സിലായി? അപ്പൊ പിന്നെ എന്തിനാണ് അങ്ങ് വീണ്ടും എന്റെ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു എന്നാണ് ഈ ചോദ്യം അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ പറയണത്, കൃഷ്ണാബോധം നിഷ്ക്രിയത്വമെന്ന് തോന്നിപ്പിക്കുന്ന വിധം ഒറ്റയടിക്കിരുന്ന് ഭഗവാന്റെ തിരുനാമോച്ചാരണം കൊണ്ട് കൃഷ്ണബോധത്തെ പൂർണ്ണത കൈവരിക്കാൻ തുനിയുന്നത് യുക്തമല്ല. സാമാന്യ ജനങ്ങൾക്ക് വില കുറഞ്ഞ ആദരവ് ലഭിക്കാനേ അതുകൊണ്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതിൽ പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ നമ്മൾ അതിന് ഒളിച്ചോടാൻ പാടില്ല. അതാണ് അതിന്റെ മീനിങ്. അതായത് അർജുനൻ ചെയ്യാൻ പോയത് എന്താണ്? യുദ്ധം വേണ്ട, ഞാൻ കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യാം. അതാണ് അർജുനന്റെ ബുദ്ധി. ആ ബുദ്ധി ശരിയല്ല. ആ ബുദ്ധി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ കൂടെ ഇനി പറയാൻ പോണത്. കാരണം അതുകൊണ്ട് നിന്നെ വില കുറിച്ചേ മറ്റുള്ളവർ കാറുള്ളൂ. അത് കാരണം കൊണ്ട് നിനക്ക് പാപം ഏൽക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് പാപം ഏൽക്കും. നിന്റെ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യാന്നുള്ള. അപ്പൊ യുദ്ധം ചെയ്യുമ്പോൾ നിന്റെ ധർമ്മമാണ് ചെയ്യുന്നത്. അത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇവർക്ക്, അതായത് അർജുനന് പ്രത്യേകിച്ച് ക്ഷത്രിയർക്ക് യുദ്ധം ചെയ്യാന്നുള്ള. അപ്പൊ ക്ഷത്രിയർ യുദ്ധം ചെയ്തേ പറ്റൂ. അപ്പൊ അത് ഒളിച്ചോട്ടമാണ്, അപ്പൊ നിയമവിരുദ്ധമാണ്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ അധർമ്മികൾ വിജയിക്കും. അപ്പൊ അതിന്റെ പാപം ആർക്ക് കിട്ടും? അർജുനന് കിട്ടും. അപ്പൊ നീ ചെയ്യണത് ശരിയല്ല, അതാണ് പറഞ്ഞു. അപ്പൊ അവിടെ വെറുതെ ഒളിച്ചോട്ടമാവരുത്. അതേപോലെ തന്നെ കൃഷ്ണാബോധം എന്ന് പറയുന്നതും വെറുതെ ചെന്ന് ഒരിടത്തിരുന്ന് അങ്ങനെ ജപിച്ചാന്ന് മാത്രമല്ല, അതിന് പറഞ്ഞത് ആ ഭക്തിയുദ്ധ സേവനം കൂടെ നമ്മൾ ചെയ്തു പോകണം. അപ്പൊ ആദ്യ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ അതിന് പറഞ്ഞത്, ലാസ്റ്റ് ഭഗവാൻ പറയുന്നുണ്ട് എല്ലാ ധർമ്മവും നമുക്ക് പരിച്ഛേദിക്കാം. അത് ലാസ്റ്റ് പറയുന്നുണ്ടല്ല, അത് ആ ലെവലിലേക്ക് നമ്മൾ ഉയരുമ്പോ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ഭഗവാനായിട്ട് കണക്ട് ചെയ്യണം. അതാണ് കർമ്മയോഗം എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്തു പോകണം എന്നാ പറഞ്ഞു. അതിൽ ബലം പ്രതീക്ഷിക്കരുത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മൾ ബലം പ്രതീക്ഷിക്കാണ്ട് ഭഗവാന് വേണ്ടി ചെയ്യുന്നത് പോലെ ആയിരിക്കണം നമ്മളെ കർമ്മം, അല്ലാണ്ട് അതിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. അതാണ് ഇതിൽ പറയുന്നത്.
അതിന് പറഞ്ഞത് കർമ്മനിരതമായ ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലോ ഏകാന്തതയോ തപശ്ചര്യമല്ല. ഏത് ബുദ്ധിയോഗം, അതായത് ബുദ്ധിയോഗം എന്ന് പറഞ്ഞത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. ഭക്തിയോഗം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. അത് അല്ലെങ്കിൽ ഏകാന്തതയ്ക്കോ തപശ്ചര്യ ചെന്ന് വെറുതെ ഞാൻ തപസ് ചെയ്യാം, അതല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില വ്യക്തികൾ പറഞ്ഞ് ഞാൻ കാശിക്ക് പോവാ അങ്ങനെ പറഞ്ഞ ജനറൽ ആയിട്ട് പറഞ്ഞ അത് തെറ്റാ. കാരണം നമ്മള് ഗൃഹസ്ഥത്തിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഡ്യൂട്ടീസ് ഉണ്ട്, അത് നമ്മൾ ചെയ്തേ തീർച്ചേ പറ്റൂ. അപ്പൊ ജീവിതത്തിൽ പല കാര്യങ്ങൾ അതിൽ കൂടെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ അതിൽ കൂടെ കൊണ്ടുപോകണം. അതാണ് നമ്മളെ ധർമ്മ ആശ്രമങ്ങളിലും ചതുരാശ്രമങ്ങളിലും ഗൃഹസ്ഥന്റെ ഡ്യൂട്ടീസ് ഉണ്ട്, അത് ചെയ്തേ പറ്റൂ. അതിൽ കൂടെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളും ചെയ്ത് ആ കർമ്മങ്ങളിലേക്ക് കടന്ന് പതുക്കെ പതുക്കെ നമ്മൾ മുന്നേറണം. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് പറ്റില്ല. അപ്പൊ അതിന് ഫസ്റ്റ് സെക്ഷനിലെ കർമ്മയോഗം തന്നെ ഡിസ്കസ് ചെയ്യണം. നമ്മൾ കർമ്മത്തിലൂടെ ഭഗവാനിലേക്ക് കണക്ട് ചെയ്യാം, അതാണ് ഇതിൽ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഈ പേരും പറഞ്ഞ് ബലം പ്രതീക്ഷിക്കേണ്ടല്ല. അപ്പൊ എനിക്ക് ബലം പ്രതീക്ഷിക്കണം, ഞാൻ ഒന്നും വേണ്ട, എനിക്ക് യുദ്ധം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോകണ്. അപ്പൊ അതിനൊരു പിൻവാങ്ങല, ഒരു പേടി അല്ലെങ്കിൽ പിന്മാറ്റാണ്. അത് ഭഗവാൻ പറഞ്ഞ അത് ശരിയല്ല, മനസ്സിലെ, അത് തെറ്റും. അപ്പൊ അർജുനൻ വിചാരിക്കണം അപ്പൊ എന്റെ ബുദ്ധി ഞാൻ അങ്ങനെയാണ് വർക്ക് ചെയ്യണത്, കാരണം ഈ ബലം പ്രതീക്ഷിക്കേണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു, എനിക്ക് ബലം വേണ്ട, ഞാൻ പോകണ്. അത് തെറ്റാണെന്ന് അടുത്ത് പറഞ്ഞു കൊടുക്കും. 2 ശ്ലോകം കൂടെ ഉണ്ട് ചോദ്യം, അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ഒരു ശ്ലോകം അർജുനൻ ചോദിക്കുന്നുണ്ട്. വ്യാമി ശ്രേവേണ വാക്യേന ബുദ്ധി മോഹയ ശീവമേ തദേകം വദ നിശ്ചത്യേന ശ്രേയ അഭാഗ്നുയാം. ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങൾ എന്റെ ബുദ്ധിയെ അമ്പരിപ്പിക്കുന്നു, എനിക്ക് ഏറ്റവും ശ്രേയസ്കരം എന്തെന്ന് പറഞ്ഞു തരൂ. അപ്പൊ ഭഗവാനോട് വീണ്ടും ആ ചോദ്യത്തിന്റെ തന്നെ കണ്ടിന്യൂഷൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാന് പല ചോദ്യങ്ങൾ എന്നോടൊന്നും ചോദിക്കല്ലേ, പല കാര്യങ്ങൾ എന്നോട് പറയല്ല, എനിക്ക് തന്നെ സംശയങ്ങൾ വരുന്നു, എനിക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു തന്നാലും. പല കാര്യങ്ങൾ എന്നോട് പറയല്ലേ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാകെ കൺഫ്യൂഷൻ ആവണ്, എനിക്ക് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരൊറ്റ ശ്ലോകം വായിച്ചിട്ട് അങ്ങ് നിർത്താം. ഭഗവാൻ പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി, അടുത്ത ക്ലാസ് ഉണ്ട് പ്രഭുജി. ഓഹോ സോറി ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നമുക്ക് നിർത്താം മാതാജി. പ്രഭുജി എന്നെ ഹോസ്റ്റ് ആക്കണേ. ഞാനാക്കാം. ഓക്കെ, താങ്ക് യു. ഞാനൊരു സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ലൈവ് ഒന്ന് ഓഫ് ചെയ്തോട്ടെ മാതാജി. മാതാജി ലൈവ് ഓഫ് ചെയ്താ? ഇല്ല, ഞാൻ ഓഫ് ചെയ്തോളാം, എന്നെ ഹോസ്റ്റ് ആക്കിയാൽ മതി. അതെ, ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഞാനിപ്പോ. എന്നാ ഞാൻ ഓഫ് ചെയ്യാം. ഞാൻ ഇതിലിപ്പോ